കനത്ത മഴയെ തുടർന്ന് ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം. ഒരു ഗ്രാമം മുഴുവനും ഒലിച്ചുപോയി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ഹർസീലയിനടുത്തുള്ള ധരാലി പ്രദേശത്ത് നിന്ന് മേഘവിസ്ഫോടനത്തിൽ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി. അതിൽ നിരവധി പേരെ കാണാതായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൊതുജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അത് മാത്രമല്ല, ഇവിടേക്ക് മറ്റ് ടീമുകളെല്ലാം തന്നെ പുറപ്പെട്ടിരിക്കുകയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി. അതായത് ഉത്തരാഖണ്ഡ് സർക്കാരും ഇന്ത്യൻ സൈന്യത്തെ അവിടെ സമീപിച്ചിട്ടുണ്ട് എന്നാണ്, ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനായി സമീപിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ബിർ ഗംഗ നദിയിലെ ജലനിരപ്പ് ഉയരുന്നത് ധരാലി മാർക്കറ്റ് പ്രദേശത്ത് നാശനഷ്ടങ്ങൾ വരുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല, അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ മുൻഗണനയെന്നാണ് ഇപ്പോൾ അവിടുത്തെ മന്ത്രിയായ സൗരവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ കേരളത്തിലും ഇന്ന് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. 4 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. അതേപോലെ തന്നെ തമിഴ്നാടിനും കേരളത്തിനും ഇടയിലായി രൂപം കൊണ്ട ചക്രവാത ചുഴി കാരണമാണ് മഴ ശക്തമാകുന്നത്. ചൊവ്വാഴ്ച ഉത്തരാഖണ്ഡിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് വളരെ കാഠിന്യമേറിയ മഴ തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും ഇനി ഉത്തരാഖണ്ഡിൽ പെയ്യാൻ അല്ലെങ്കിൽ പെയ്തിറങ്ങാൻ പോകുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. 25ഓളം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഒലിച്ചു പോയിരിക്കുകയാണ് എന്നാണ് വാർത്താ ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മൺസൂൺ കാലത്ത് ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴ കനത്ത നാശം തന്നെയാണ് വിതയ്ക്കുന്നത്. നദികളിലൂടെ ശക്തമായ ഒഴുക്കിപ്പോഴും തുടരുന്നു. തിങ്കളാഴ്ച, അതായത് കഴിഞ്ഞ ദിവസം, ഹൽദ്വാനിയയിലേക്ക് സമീപം ഒരു ബക്ര അരുവിയുടെ ശക്തമായ ഒഴുക്കിൽ ഒരാൾ ഒഴുകിപ്പോയതായും കഴിഞ്ഞ ഞായറാഴ്ചയാകട്ടെ ബുജിഘാട്ടിന് സമീപം വീർത്ത് അരുവിയിൽ 2 പേർ മുങ്ങി മരിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. രുദ്രപ്രയാഗിലെ കുന്നിൽ അവിടുത്തെ ആ കുന്നിൻ ചെരുവിൽ നിന്ന് വീണ അവശിഷ്ടങ്ങൾക്കും പാറകൾക്കും ഇടയിൽ തന്നെ 2 കടകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഉത്തർപ്രദേശിൽ 13 ജില്ലകളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഗംഗ, യമുന നദികൾ കരകവിഞ്ഞൊഴുകുകയുമാണ് ചെയ്തിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 184 പേരാണ് മഴക്കെടുതിയിൽ മൂലം മരിച്ചിരിക്കുന്നത്. മഴക്കെടുതി മൂലം മരിച്ചത് മാത്രമല്ല, വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും മൂലം 266 റോഡുകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. 1700 കോടി രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടുത്തെ സംസ്ഥാന സർക്കാരുടെ കണക്കുകൾ പ്രകാരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഹൽദ്വാനി പ്രദേശ് ആ ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുകൊണ്ട് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അടുത്ത 5 ദിവസം അതിശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഉത്തരാഖണ്ഡിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. മാത്രമല്ല, ദിവസങ്ങളായുള്ള മഴയിൽ ഹൽസാനി മേഖലയിലെ ഗിർഗാഡിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്തു. ഈ മൺസൂൺ കാലത്ത് ഉത്തരാഖണ്ഡിൽ പേമാരി കനത്ത നാശമാണ് ഇപ്പോൾ വിതച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് പുതിയ ദുരന്തം, അല്ലെങ്കിൽ ഇത്തരമൊരു വെള്ളപ്പൊക്കം നദികളിലൂടെ ശക്തമായ പ്രവാഹത്തിലൂടെ തന്നെ ഒഴുകിയെത്തുകയും ഇത് ഉത്തരാഖണ്ഡിന് വലിയ നാശനഷ്ടം വിതയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോഴും എത്ര പേരാണ് അവിടെ കാണാതായതെന്നോ അല്ലെങ്കിൽ എത്ര വീടുകളാണ് ഒലിച്ചു പോയതെന്നോ കണക്കുകളൊന്നും തന്നെ നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റാത്ത നിലയിലേക്കാണ് ഉത്തരാഖണ്ഡിലെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുന്നത്. നിരവധി ആളുകൾ രക്ഷപ്പെട്ടെങ്കിൽ പോലും ഇവരുടെ ബന്ധുക്കളും മറ്റ് ആൾക്കാരെല്ലാം തന്നെ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പം എത്രയും വേഗം രക്ഷാപ്രവർത്തനം ആരംഭിക്കും, അല്ലെങ്കിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.